ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളെ മെൻ്റൽ ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് പലരും പലതരത്തിലുള്ള ഓഫറുകളും സഹായങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം തരുന്നുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, എങ്ങനെ റിജക്റ്റ് ചെയ്യും, ഇതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ലൈഫിൽ വരുന്ന ഓരോ ഓപ്ഷൻസിനെയും, അതായത് നിങ്ങൾക്ക് വരുന്ന ഓരോ ഓഫറുകളെയും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ അതിനോട് യെസ് പറയാം, അല്ലെങ്കിൽ അതിനോട് എന്ത് ചെയ്യാം, നോ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറയാമെന്നുള്ളതാണ്. സോ മേക്ക് ഷുവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഏത് പ്രായത്തിലുള്ള ആളുകളാവട്ടെ, നമുക്ക് ഓരോ ദിവസവും പലതരത്തിൽ പല ആളുകളിൽ നിന്നും ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് സഹായങ്ങളും ഒരുപാട് വാഗ്ദാനങ്ങളും ഒക്കെ ലഭിക്കുന്ന ആളുകളാണ്. അപ്പം ഇതിൽ മെജോറിറ്റി ആളുകളും ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ഏതാണെന്ന് വെച്ചാൽ, അവർ നോ പറയേണ്ട ഏരിയയിൽ പോയിട്ട് യെസ് പറയും. മേ ബി അവരെ ഫാമിലി അല്ലേ, അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അവർ പോയിട്ട് യെസ് പറയും. അതിനാൽ തന്നെ പിന്നീട് അങ്ങോട്ട് അവർ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയാനും, അതുപോലെ തന്നെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനുമുള്ളൊരു കഴിവാണ്. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവമാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു ഉപദേശം എന്തുമാവട്ടെ, അതിനെ നമ്മളെ ലൈഫിൽ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും, നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ 2 കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് മറ്റൊരാളിൽ നിന്നും കിട്ടുന്ന ഒരു ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ ഓരോന്നായിട്ട് പറയുന്നത്. ഇഫ് നമ്മൾ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മസ്റ്റായിട്ടും ആ ഓഫർ നമ്മളെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ഓഫർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പം ലൈഫിൽ കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും മാറിയിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ എലിവേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫറാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇഫ് അതല്ല, നമ്മൾ ഇപ്പോഴുള്ള ലൈഫിൽ തന്നെ ഫിക്സ്ഡ് ആക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ താഴോട്ടാക്കുന്ന ഒരു ഓഫറാണെങ്കിൽ അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒന്നാണ്, നമ്മളൊരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും സ്പിരിച്വൽ ഹെൽത്തിനെയും നല്ല പോലെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അതല്ല, നമ്മളതിനെ റിജക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ഏരിയ, നമ്മളെ മെൻ്റൽ ഹെൽത്ത്, നമ്മളെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മളെ സ്പിരിച്വൽ ഹെൽത്തിനെ ഇടിച്ച് താഴ്ത്തുന്ന അല്ലെങ്കിൽ പൊളിച്ച് കളയുന്ന ഒരു ഓഫറാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക തന്നെ വേണമെന്നുള്ളതാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഓഫർ എന്ത് തന്നെ ആവട്ടെ, അതിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മളെ ഈ ഏരിയാസൊക്കെ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് മോർ ഓവർ, നമ്മൾ ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മളെ ലൈഫിനെ അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഈ ഒരു ഏരിയയിൽ വരുന്നൊരു സ്ട്രഗിളാണ്, എങ്ങനെ നമ്മളെ ഒരാളോട് നോ പറയും. അവർ തരുന്ന ഓഫറിനെ, അവർ തരുന്ന വാഗ്ദാനങ്ങളെ എങ്ങനെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേദനിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് നോ പറയാൻ പറ്റും. ഇതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാനൊരു 2 കാര്യങ്ങളും കൂടി നിങ്ങളെ മൈൻഡിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡെസിഷൻ എടുക്കുന്ന സമയത്ത്, നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഓവറായിട്ട് പെട്ടെന്ന് ചാടി കയറി യെസ് പറയുക നോ പറയുക എന്നതിലുപരി ഒരു കുറഞ്ഞ സമയത്തേക്ക് നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മളെ മൈൻഡിനൊരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, യെസ് ആയാലും നോ ആയാലും പറയുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ യെസ് പറയാം എങ്ങനെ നോ പറയാമെന്ന് നോക്കാം. ഇഫ് നിങ്ങൾ പറയുന്നത് യെസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി അത് എല്ലാവർക്കും അറിയുന്നതാണ്, ഐ എം സോ ഹാപ്പി, ഇങ്ങനൊരു ഓഫർ എനിക്ക് തന്നതിന് ഐ എം ഹാപ്പി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐ അഗ്രി വിത്ത് ദിസ് ഓഫർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവരുമായിട്ട് കൈ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഓഫർ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരോട് നോ പറയാൻ പറ്റും, ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളെ ഒരു ഫ്രണ്ട് നമ്മളായിട്ടൊരു ബിസിനസ് ഐഡിയ ആണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫ്രണ്ടിനോട് പറയാണ്, നമ്മളെ ഫ്രണ്ടല്ലേ, അതുകൊണ്ട് അവരുടെ കൂടെ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അതിന് ഇറങ്ങിയാൽ എന്താവും, അവസാനം ബിസിനസ്സും കൊള്ളാവും, ആ ഫ്രണ്ട്ഷിപ്പും കൊള്ളാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ നോ പറയാൻ പറ്റും. നമ്മൾ ആ ഫ്രണ്ടിനോട് പറയാണ്, താങ്ക് യു, എന്നെ അപ്രോച്ച് ചെയ്തതിന് താങ്ക് യു, ഈ ഒരു ഐഡിയ താങ്കളുടെ മൈൻഡിൽ വന്ന സമയത്ത് എന്നെ ഓർത്തതിന് താങ്ക് യു, ബട്ട് നൗ ഈ ഒരു ഓഫർ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ബട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു സക്സസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ വിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അപ്രോച്ച് ചെയ്യാം.
ഇനി അതല്ല, നമുക്കൊരാൾ തന്നിട്ടുള്ള ഒരു അഡ്വൈസാണ്, ഒരു ഉപദേശമാണ്. ഇതിനെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അവർക്കൊരു റിപ്ലൈ കൊടുക്കാം? നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അവരോട് താങ്ക് യു പറയാം. താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. നിങ്ങൾ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തന്നതിന്, ഉപദേശം തന്നതിന് താങ്ക് യു. ഞാൻ എന്ത് ചെയ്യാം? ഇതിനെക്കുറിച്ചിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട്, എൻ്റെ മൈൻഡിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട്, ഇതിലേതാണോ ബെസ്റ്റ് ആയിട്ടുള്ളത്, എനിക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് എന്താണോ അത് ഞാൻ എന്ത് ചെയ്തോളാം, ഡിസൈഡ് ചെയ്തോളാം എന്ന് പറയാം. ഇനി ആരെങ്കിലും ഒരാൾ നിങ്ങളെ കണക്ട് ചെയ്തിട്ട് പറയാണ്, ഒരു ഓഫർ തരികയാണ്, അത് നിങ്ങൾക്കറിയാം ആ ഓഫർ എനിക്ക് എങ്ങനെയായാലും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ ആളോട് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പറയാം, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓഫർ, ബട്ട് ഐ ഹാവ് അനദർ പ്ലാൻ. എൻ്റെ രീതിയിലുള്ള ഒരു പ്ലാൻ എന്തുണ്ട്, എനിക്കുണ്ട്. ബട്ട് ഐ അപ്രിഷിയേറ്റ് ഫോർ ഇൻവൈറ്റ് മീ. എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യുന്നു? താങ്കളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഡ്രാമ കളിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഓപ്പണായിട്ട് ഭയങ്കര ഹോണറായിട്ട് ആളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെ നമുക്കൊരു തീരുമാനം ഏറ്റവും ബെസ്റ്റായിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ഇന്നത്തെ ഡേയിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് കൂടെ തന്നെ പറയാനുള്ളത്, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഇത് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് ടിപ്പുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.